സൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട് വന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കുന്നതാണ്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. രാജ്യത്തെ പ്രധാനപ്പെട്ട UPI പ്ലാറ്റ്ഫോമായ ഗൂഗിൾ പേയിൽ ബിൽ പേയ്മെൻറ്റുകൾക്ക് കൺവീനിയൻസ് ഫീ നിലവിൽ വരികയാണ്. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള യൂട്ടിലിറ്റി ബില്ല് പേയ്മെൻറ്റുകൾക്കാണ് അധിക പണം നമുക്ക് നൽകേണ്ടതായിട്ട് വരുന്നത്. അതോടൊപ്പം വൈദ്യുത ബില്ല്, വാട്ടർ ചാർജ്, പാചക വാതക ബില്ല് എന്നീ ഇടപാടുകളിൽ ഇടപാട് തുകയുടെ 0.50% മുതൽ 1% വരെയാണ് കൺവീനിയൻസ് ഫീ ആയിട്ട് ഈടാക്കുന്നത്. ഇതിനൊപ്പം GSTയും നമുക്ക് നൽകേണ്ടി വരുന്നതാണ്. എന്നാൽ UPI ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള നേരിട്ടുള്ള ഇടപാടിന് നമുക്ക് ഫീസൊന്നും നൽകേണ്ടതായിട്ട് വരുന്നില്ല. രാജ്യത്തെ ഏറ്റവും വലിയ UPI പ്ലാറ്റ്ഫോമായ ഫോൺപേയിൽ നേരത്തെ തന്നെ ഇത്തരം ഇടപാടുകൾക്ക് കൺവീനിയൻസ് ഫീ ഈടാക്കുന്നുണ്ട്. പേടിഎമ്മിൽ 1 മുതൽ 40 രൂപ വരെയാണ് ഈ ചാർജ് എന്ന് പറയുന്നത്. മൊബൈൽ റീചാർജുകൾക്ക് 3 രൂപയാണ് കൺവീനിയൻസ് ഫീ ആയിട്ട് നിലവിൽ ഗൂഗിൾ പേ ഈടാക്കുന്നുണ്ട്. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ചിലവ് നികത്താൻ കൺവീനിയൻസ് ഫീ കമ്പനികളെ സഹായിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. 37% വിപണി വിഹിതവുമായി രാജ്യത്തെ 2ാം സ്ഥാനത്താണ് ഗൂഗിൾ പേ ഇപ്പോൾ നിലവിലുള്ളത്. ജനുവരി മാസത്തിൽ 8.2 ലക്ഷം കോടി രൂപയുടെ UPI ഇടപാടുകളാണ് ഗൂഗിൾ പേയിൽ നടന്നത്. ഒന്നാമതുള്ളത് നിലവിൽ ഫോൺപേ ആണ്. UPIയുടെ ജനപ്രീതിക്കിടയിലും വരുമാനം ഉണ്ടാക്കുന്നതിൽ ഫിൻടെക് കമ്പനികൾ വലിയ വെല്ലുവിളി ഇപ്പോൾ നിലവിൽ നേരിടുന്നുണ്ട്. PwCയുടെ അനാലിസിസ് അനുസരിച്ച് വ്യക്തികളും മെർച്ചൻറ്റും തമ്മിലുള്ള ഇടപാട് പ്രോസസ്സ് ചെയ്യുന്നതിന് തുകയുടെ 0.25% ചിലവായിട്ട് കമ്പനികൾക്ക് വരുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ 12,000 കോടി രൂപയാണ് UPI ഇടപാട് പ്രോസസ്സ് ചെയ്യുന്നതിന് കമ്പനികൾ നിലവിൽ ചിലവാക്കിയിട്ടുള്ളത്. അപ്പം വൈകാതെ തന്നെ ചിലപ്പോൾ നമ്മൾ വ്യക്തികൾക്കുള്ള പണമിടപാടിനും സാധ്യതയുണ്ട് സർവീസ് ഫീസ് അവർ ഈടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വിജ്ഞാനപരമായ വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.